കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സൈക്ലിംഗ് ആയതിന് ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് 3 കിടിലൻ സൈക്കിൾ ഡ്രൈവിംഗ് ഗെയിംസിനെ കുറിച്ചാണ്. സൈക്കിൾ ഡ്രൈവിംഗ് ഗെയിംസ് എന്ന് വെച്ചാൽ ഇതിൽ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കളിക്കാൻ പറ്റുന്ന ഗെയിംസ് ഉണ്ട്. പിന്നെ വേണമെങ്കിൽ ഇതിൻ്റെ ഒരു പാർട്ട് 1 വീഡിയോ ആയി കൂട്ടിക്കോ. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കാട്ടി കൂടുതൽ ഗെയിംസും അതിന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി, ഞാൻ വീഡിയോ ചെയ്തേക്കാം. ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു 3 ഗെയിംസിനെ പറ്റി പരിചയപ്പെടുന്നുള്ളൂ. ഈ ഗെയിംസ് ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അതിനനുസരിച്ച് നമുക്ക് പുതിയ ഗെയിംസ് ഇതിനെ പരിചയപ്പെടുത്തി കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൽ കാണിക്കാൻ പോകുന്ന ഗെയിംസ് ഒന്നും ഇഷ്ടപ്പെട്ടില്ല, നമ്മുടെ ചാനലൊന്ന് ജസ്റ്റ് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ആയിട്ട് ഫുൾ വീഡിയോ ആയിട്ടും കിടക്കുന്ന കുറേ അധികം ഗെയിംസ് പ്ലേയിങ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാടധികം ഗെയിംസ് നിങ്ങൾക്ക് അതിലുണ്ടാവും. ഒന്ന് വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ, ചാനൽ നോക്കിയാൽ മതി. നിങ്ങൾക്ക് വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആ വീഡിയോസിനൊക്കെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുന്നാൽ മതി. ഇനി ഒരുപാടധികം ഗെയിംസ് പ്ലേയിങ് വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനൽ ചെയ്യാൻ പ്ലാൻ ഉണ്ട്. നമ്മളിനി എന്തിനെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് നമ്മുടെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ലിസ്റ്റിലെ ഫസ്റ്റ് ഗെയിം എന്ന് പറയുന്നത് ബൈസൈക്കിൾ പിസ്സ ഡെലിവറി. ഓക്കെ, നെയിം കേട്ടപ്പോൾ തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഒരു സൈക്കിൾ ഉണ്ട്, അതിൽ പിസ്സ ഡെലിവറി ചെയ്യാനാണ് ഗെയിമിൻ്റെ മെയിൻ മിഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, ഒരു 2D അനിമേഷനിൽ വരുന്ന ഒരു ഗെയിമാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഗ്രാഫിക്സും ഇതിനെ കൊടുത്തിട്ടുണ്ട്. ഗെയിം അത്ര അധികം ആൾക്കാർ അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ പ്ലേ സ്റ്റോർ 50K ഡൗൺലോഡേഴ്സും ഇതിനെ കാണുന്നുള്ളൂ. 4 സ്റ്റാർ റേറ്റിംഗ് ആണ് ഗെയിമിനുള്ളത്. എന്താണ് നമ്മൾ പിസ്സ ഇങ്ങനെ ഡെലിവറി ചെയ്യാനുള്ള പിസ്സയൊക്കെ കളക്ട് ചെയ്തിട്ട് നിശ്ചിത ടൈം ഉണ്ടാവും, അതിനുള്ളിൽ പിസ്സ അവിടെ പോയി ഡെലിവറി ചെയ്യാനാണ്. പിന്നെ വേറെ സൈക്കിൾസും നമുക്ക് ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റും, നമുക്ക് ക്യാഷും ഇതിനെ കിട്ടുമ്പോൾ. പിന്നെ ഇപ്പോൾ തന്നെ അത്യാവശ്യം വലുപ്പമുള്ളൊരു മാപ്പും ഒരു സിറ്റിങ് തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇപ്പോൾ ഗെയിമിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 106 MB എങ്ങാണ്ടാണ് ഗെയിം സൈസ്. 106 MB ആണ് ഗെയിം സൈസ് വരുന്നത്. നിങ്ങൾക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഒരു ഓഫ്ലൈൻ ഗെയിമും കൂടിയാണ്, ചുമ്മാ ഇരുന്ന് ബോറടിക്കുമ്പോൾ ഒന്ന് കളിച്ച് വെക്കാനും കൂടി പറ്റും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ലിസ്റ്റിൽ സെക്കൻഡ് ഗെയിമാണ് ബൈക്ക് ക്ലാഷ്. പ്ലേ സ്റ്റോർ നോക്കുകയാണെങ്കിൽ 1 കോടിയിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്ത് കളിച്ചിട്ടുള്ള ഒരു ഗെയിമാണ്. 4.2 സ്റ്റാർ റേറ്റിംഗ് തന്നെ ഈ ഒരു ഗെയിമിന് വന്നിട്ടുണ്ട്. ഈ ഒരു ഗെയിം ഫുള്ളി ഓൺലൈനാണ്. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റത്തില്ല. എന്താണെന്ന് ചോദിച്ചാൽ കളിക്കാൻ പറ്റത്തില്ല, അത്ര തന്നെ. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് എന്താണ് വേറെ റാൻഡം പ്ലേയേഴ്സ് വരും. അവരുടെ കൂടെ നിങ്ങൾക്ക് വേറൊരു മോഡ് കളിക്കുമ്പോൾ അവരുടെ കൂടെ കളിക്കാനായിട്ട് പറ്റും. വേറെ റാൻഡം ആയിട്ടുള്ള ബായിമാർ അങ്ങനെ ആയിട്ട് വരും, അവരുടെ കൂടെ നിങ്ങൾക്ക് ഇത് കളിക്കാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ ഗെയിം സൈസ് വരുന്നത് വെറും 150 MB ആണ്. 150 MBക്കുള്ള ഒരു ഡീസൻറ്റ് ഗ്രാഫിക്സ്, ഹൈ ഗ്രാഫിക്സ് ഒന്നും പറയുന്നില്ല, ഡീസൻറ്റ് ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. 150 MB വരുന്നുള്ളൂ. ആ ഒരു സൈസിൽ ഒരു കിടിലൻ ഗെയിം തന്നെയാണെന്ന് പറയാം. ഗെയിമിന് ക്യാമറ ആംഗിളുടെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ TPP മോഡ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. കാരണം FPP മോഡ് വന്നിട്ടില്ല. ഫസ്റ്റ് പേഴ്സൺ ഇല്ല, തേർഡ് പേഴ്സൺ മാത്രമേ ഇപ്പോൾ കറന്റ് കാണുന്നുള്ളൂ. ഇനി അപ്ഡേറ്റ് ഒക്കെ വരുമ്പോൾ വരുമോ എന്തോ. FPP ഒക്കെ കളിക്കുകയാണെങ്കിൽ ഒന്നുകൂടെ അടിപൊളിയായിരിക്കും. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾസിൻ്റെ കാര്യത്തിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള കൺട്രോൾസും തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈസി ആയിട്ട് നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. ഓൺലൈനിൽ ഇങ്ങനെ ചെറുതായി ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റാത്ത ഭയങ്കര ഒരു മൈനസ് പോയിന്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത്. കാരണം ഒരു ഓൺലൈൻ ഗെയിം ആയിട്ട് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഒന്ന് വൈബടിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു സൈക്കിൾ ഗെയിമാണ് പ്രതീക്ഷിച്ചു. ഓക്കെ, ഇതുപോലുള്ള വേറെ സൈക്കിൾ ഗെയിം ഓൺലൈൻ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഞാൻ നോക്കിയിട്ട് പറയാം. മീൻസ് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ട് വീഡിയോ ഇതുപോലുള്ള ഗെയിംസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ പറയുവാണെങ്കിൽ ഞാൻ അക്കൂട്ടത്തിൽ തപ്പി പിടിച്ചിട്ട് കിട്ടുവാണെങ്കിൽ ചെയ്യാം. മൂന്നാമത്തെ ഗെയിമിലേക്ക് പോകുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട്, നിങ്ങൾ സ്കിപ്പ് ചെയ്യല്ലേ. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ഞാൻ കൂടുതലായിട്ട് ഗെയിമിംഗ് കണ്ടൻസും തന്നെ ചെയ്യുന്ന ഒരു ചാനലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് ഗെയിം പ്ലേ വീഡിയോസും തന്നെ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് ഈ ഒരു ചാനലിൽ. അപ്പോൾ ഇപ്പോഴല്ല, ഒരു കുറച്ച് കാലം എനിക്ക് ടൈം വരും, ഒരു 1 month ഒക്കെ കഴിയുമ്പോഴേക്കും ഞാനൊരു ഗെയിം പ്ലേ വീഡിയോസും തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗെയിം റിവ്യൂ അതിനൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോസും തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തന്നെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സബ് അടിക്കാതെ കാണുന്നുണ്ടെങ്കിൽ സബ് അടിച്ചേക്കാം, ലൈക്ക് അടിക്കാത്തവരുണ്ടെങ്കിൽ ലൈക്ക് അടിച്ചേക്കാം. ലിസ്റ്റിലെ മൂന്നാമത്തെ ഗെയിം എന്ന് പറയുന്നത് ഷ്രെഡ് റീമാസ്റ്റർഡ് എന്നാണ് ഗെയിമിന് നെയിം വരുന്നത്. ഓക്കെ, ഗെയിം സൈസ് നോക്കുകയാണെങ്കിൽ വെറും 400 MB അടുത്ത് മാത്രമേ ഗെയിം സൈസ് വരുന്നുള്ളൂ. ഓക്കെ, കുഴപ്പമില്ലാത്തൊരു ഗ്രാഫിക്സും അതിനെ കൊടുത്തിട്ടുള്ള ഒരു ഗെയിമാണ്. ഗെയിം ഓഫ്ലൈൻ ഗെയിം തന്നെയാണ്. ഓക്കെ, ഗെയിം നോക്കുകയാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ 10 ലക്ഷത്തിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. 4.3 സ്റ്റാർ റേറ്റിംഗ് തന്നെ വന്നിട്ടുണ്ട്. ഈ ഒരു ഗെയിം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രാഫിക്സും വിഷ്വൽ എഫക്റ്റും തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഗെയിമിൽ എനിക്ക് വേറെ വെറൈറ്റി സൈക്കിൾസും തന്നെ ഉണ്ട്, അവൈലബിൾ ആണ്. ഓരോ സൈക്കിളും അതിനനുസരിച്ചുള്ള പവറും തന്നെ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്തോ. നിങ്ങൾക്ക് എന്താണ് വേറെ ഏതെങ്കിലും ഗെയിംസ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇനി ഏത് തരത്തിലുള്ള ഗെയിംസിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് കുറച്ചുകൂടി ഹെൽപ്പായിരിക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കണ്ടൻറ്റ് കിട്ടാതെ മാപ്പിട്ട് നോക്കിക്കളാണ് ഏത് തരത്തിലുള്ള ഗെയിമിൻ്റെ വീഡിയോസ് ചെയ്യണം നിങ്ങൾക്കായിട്ടെന്ന്. അപ്പോൾ നിങ്ങൾ തന്നെ പറഞ്ഞു തരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് എനിക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ഇന്നത്തെ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയി വരുന്നവരേക്കും സോളിയർ സൈനിങ് ഓഫ്. ബൈ ബൈ. Can anybody out there hear me?